ഇപ്പോൾ തീർച്ചയായും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനത്തിന്റെ തത്സമയത്തിലേക്ക് കോടതി ചെലവ് വരെ നൽകണമെന്ന സുപ്രീം കോടതിയുടെ ഈ പുതിയ വിധി അന്തസ്സുള്ള ഒരു സർക്കാരാണെങ്കിൽ അവർ ജനങ്ങളോട് കുറ്റം ഏറ്റുപറയുകയും ധാർമ്മികത ഉയർത്തിപ്പിടിക്കുകയുമാണ് ചെയ്യേണ്ടത്. ധാർമ്മികമായി സർക്കാരിന് അധികാരത്തിൽ തുടരാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം 25,000 രൂപ സംസ്ഥാനത്തെ ജനങ്ങളുടെ പണം കോടതി വെക്കേണ്ട സ്ഥിതിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇതെത്തിച്ചത് മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരഭിമാനം മാത്രമാണ്, സംസ്ഥാന സർക്കാരിൻ്റെ ദുരഭിമാനമാണ്. രാജ്യത്തെ ഏറ്റവും വലിയ നീതിന്യായ കോടതിയായ സുപ്രീം കോടതി DGP-ആയി സെൻകുമാറിന് ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള സ്റ്റേറ്റ് പോലീസ് ചീഫായി നിയമിക്കണമെന്ന് പറഞ്ഞിട്ടും ആ വിധി നടപ്പാക്കാതെ 10 ദിവസമായി സർക്കാർ ഉരുണ്ട് കളിക്കുകയാണ്. അതിനുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. കോർട്ടലക്ഷ്യ കേസിനെയും പരിഗണിക്കാൻ പോവുകയും കൂടിയാണ്. ചീഫ് സെക്രട്ടറി ജയിലിൽ പോകുന്ന സ്ഥിതി ഒഴിവാക്കാൻ ഗവൺമെൻറ് നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. മാത്രവുമല്ല, ഒരു വിവേകമുള്ള ഗവൺമെൻറ് ആയിരുന്നെങ്കിൽ സുപ്രീം കോടതി വിധി വന്നതിന് അന്ന് തന്നെ നടപടി സ്വീകരിക്കുമായിരുന്നു. കർണാടകത്തിലെ DGP ആ ഇൻഫൻറ്റിന് അനുകൂലമായ ഹൈക്കോടതി വിധി ഉണ്ടായപ്പോൾ അന്ന് തന്നെ അവിടുത്തെ ഗവൺമെൻറ് അദ്ദേഹത്തെ DGP-ആയി പോസ്റ്റ് ചെയ്ത സംഭവം ഞാൻ നിയമസഭയിൽ ഉന്നയിച്ചതാണ്. അപ്പോൾ സുപ്രീം കോടതി ഇത്രയും ശക്തമായ ഒരു വിധി നൽകിയിട്ടും ആ വിധി നടപ്പാക്കാതെ മുന്നോട്ട് പോയ സർക്കാരിനേറ്റ കനത്ത പ്രഹരമാണിത്. ഈ വിധി നടപ്പാക്കിയിരുന്നെങ്കിൽ DGP എവിടെ എന്നുള്ള ചോദ്യം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുമായിരുന്നില്ല. ഇന്ന് കേരളത്തിലെ സ്റ്റേറ്റ് പോലീസ് ചീഫ് ആരാണ് എന്ന് പറയാതെ കഴിഞ്ഞ 10 ദിവസമായി സർക്കാർ ഉരുണ്ട് കളിക്കുകയാണ്. ആരാണ് പോലീസ് ചീഫ്? പ്രതിപക്ഷം ഉയർത്തുന്ന ഈ ചോദ്യത്തിനൊന്നും സർക്കാരിന് മറുപടിയില്ല. സർക്കാർ വളഞ്ഞ മാർഗത്തിലൂടെ എങ്ങനെങ്കിലും സെൻകുമാറിൻ്റെ നിയമനത്തെ സ്റ്റാൾ ചെയ്യാനുള്ള മാർഗങ്ങളെ പറ്റിയാണ് ആലോചിച്ചത്. അതിന് കിട്ടിയ ഒരു വലിയ പ്രഹരമാണ് ഇന്നത്തെ സുപ്രീം കോടതിയുടെ വിധി. ആ വിധി വായിച്ചു നോക്കുന്ന ഏതൊരാൾക്കും വ്യക്തത ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാകും. അല്ലെങ്കിൽ പിന്നെ ഈ സുപ്രീം കോടതിയുടെ വിധി വായിച്ചു നോക്കിയിട്ട് ഞങ്ങൾക്ക് വ്യക്തത ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ അപമാനകരമായ കാര്യമാണ്. ഞാൻ വായിച്ചിട്ട് എനിക്ക് വ്യക്തത തോന്നി, നിങ്ങൾ മാധ്യമ പ്രവർത്തകർ വായിച്ചപ്പോൾ നിങ്ങൾക്കും വ്യക്തത തോന്നിയ കാര്യമാണ്. ഇനി എന്ത് വ്യക്തതയാണ് അവർക്ക് വരുത്തേണ്ടതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. സുപ്രീം കോടതിയിൽ അത് പോയപ്പോൾ അപ്പം തന്നെ അത് തള്ളിയതും അതുകൊണ്ട് തന്നെയാണ്. പുനഃപരിശോധനാ ഹർജി തന്നെ കോടതിയുടെ വരാന്തയിൽ വെച്ച് തള്ളുമെന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. അതും ഇനി സംഭവിക്കും. ഇനി ആകെ സംഭവിക്കാൻ ബാക്കിയുള്ളത് ചീഫ് സെക്രട്ടറിക്ക് നേരെ കോർട്ടലക്ഷ്യത്തിന് കേസെടുത്ത് അവരെ ജയിലിൽ അടയ്ക്കുന്ന ഒരു സംഭവവികാസമാണ് ഇനിയിപ്പം അടുത്ത് സംഭവിക്കേണ്ടതായിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു നിഗമനം. തീരുമാനിക്കേണ്ട കോടതിയാണ്. ഈ സുപ്രീം കോടതിയുടെ വിധി 56 പേജേ ഉള്ളൂ. ഈ 56 പേജ് ഇത്രയും ദിവസമായിട്ടും വായിച്ചു തീർന്നിട്ടില്ല എന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രി എന്നെ നിയമസഭയിൽ പറഞ്ഞു, സുപ്രീം കോടതിയുടെ വിധി നീതി നടപ്പിലാക്കണമെന്നാണ്. അത് ഞങ്ങൾ നടപ്പിലാക്കും. സർക്കാരിനേറ്റ തിരിച്ചടിയാണെന്നും കോടതി അലക്ഷ്യത്തിന്റെ പേരിൽ ചീഫ് സെക്രട്ടറി ജയിലിൽ പോകേണ്ടി വരുമെന്നും ചെന്നിത്തല.